ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇരുചേരിയിലുമായി എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച ഒരു കണക്കും ഇതുവരെ വ്യക്തമായി പുറത്തു വന്നിട്ടില്ല. അതിന് കാരണം വളരെ കൃത്യമായി ഇരു രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ സെൻസറിങ് തന്നെയാണ് എന്നതും അതോടൊപ്പം തന്നെ യുദ്ധ അപ്ഡേഷനുകൾ വളരെ കൃത്യമായി നൽകുക എന്നത് യുദ്ധമര്യാദയുടെ ഭാഗമാണ്. ഇതും ഈ രണ്ട് രാജ്യങ്ങളും പാലിക്കുന്നില്ല എന്നത്. സാധാരണഗതിയിൽ ഇസ്രയേൽ പോലും അവർ വളരെ കുറച്ചിട്ടാണെങ്കിൽ പോലും IDF എത്ര സൈനികർ ദിവസവും കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച ചെറിയ കണക്ക് 10 പേർ കൊല്ലപ്പെട്ടാൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നെങ്കിലും ഇസ്രയേൽ പോലും പറയും. എന്നാൽ റഷ്യയോ ഉക്രൈനോ അവരുടെ ഭാഗത്തു നിന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഒരു കണക്കും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ഇത് സംബന്ധിച്ച വ്യക്തമായ ധാരണയുമില്ല. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ഭാഗത്ത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നത് സംബന്ധിച്ച് ഉക്രൈനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ കൃത്യമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. കാരണം റഷ്യയുടെ മുൻ പ്രസിഡന്റിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് പരിചയമുള്ള വിവിധ ഡാറ്റകളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇന്നും ഉക്രൈൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം നൽകിയ ഒരു വാർത്തയുടെ അപ്ഡേഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. റഷ്യയുമായുള്ള ഏറ്റുമുട്ടലിൽ ഉക്രൈനിയൻ സൈന്യത്തിൽ കുറഞ്ഞത് 70,000 സൈനികർ മരിച്ചതായി 35,000 പേരെ കാണാതെ പോയിട്ടുണ്ട് എന്നുമാണ് സ്ഥിരീകരിക്കുന്നത്. ഇദ്ദേഹം ഉക്രൈൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള പ്യോട്ടർ പൊറോഷെങ്കോയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പത്രപ്രവർത്തകൻ കൂടിയായ യൂറി ബുട്ടുസോവാണ് ഉക്രൈൻ്റെ ജനറൽ സ്റ്റാഫ് വ്ളാഡിമിർ സെലൻസ്കിക്ക് നൽകിയ രഹസ്യ വിവരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട് എന്നും ഇദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് എന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അനുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ചോദ്യം അദ്ദേഹത്തോട് വന്നത് ഇങ്ങനെയാണ്: ഈ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റിൽ 100,000 ഉക്രൈൻ സൈനികർ കൊല്ലപ്പെടുകയും 2,00,000 സൈനിക ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടിയവരും ഒക്കെ ഉണ്ടല്ലോ. ഇത്തരമൊരു കിംവദന്തി കണക്കുകൾ പ്രചരിക്കുന്നുണ്ടല്ലോ, ഇതിൽ വല്ല സത്യസന്ധതയും ഉണ്ടോ എന്നാണ് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉക്രൈൻ്റെ തന്നെ വാർത്താ വെബ്സൈറ്റായ concert.net എഡിറ്റർ ഇൻ ചീഫ് എന്ന പദവിയിലാണ് ബുട്ടുസോവ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ദൗർഭാഗ്യവശാൽ യുദ്ധത്തിൽ ഞങ്ങൾക്ക് നികത്താനാവാത്ത നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജനറൽ സ്റ്റാഫ് സുപ്രീം കമാൻഡർ ഇൻ ചീഫിൻ്റെ ആസ്ഥാനത്തേക്ക് കൈമാറിയ ഡാറ്റ അനുസരിച്ച് മരിച്ചവരെയും കാണാതായവരെയും ഒരുമിച്ച് കണക്കാക്കുകയാണെങ്കിൽ അവ ഏകദേശം 1,05,000-ഓളം പേർ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 70,000 സൈനികർ മരിച്ചതായി ഉക്രൈൻ സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 35,000 സൈനികരെ കാണാതായതായും കണക്കാക്കുന്നു. ഇക്കാര്യം കാണാതായി എന്നുള്ള രീതിയിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ബുട്ടുസോവ് അഭിപ്രായപ്പെടുന്നത്. ഉക്രൈനിയൻ മരണത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ മെമ്മോകൾ ചോർന്നതായി ദ എക്കണോമിക്സിൻ്റെ സമീപകാല റിപ്പോർട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്നുണ്ട്. അതിന് അദ്ദേഹം വളരെ ഭീകരമായൊരു കണക്കാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എക്കണോമിസ്റ്റിൻ്റെ കണക്ക് പ്രകാരം കിയവിന് ഏകദേശം 5,00,000 സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 5,00,000 സൈനികർ പൂർണ്ണമായും കൊല്ലപ്പെട്ടതാണോ, അവരുടെ യുദ്ധത്തിൽ പരിക്കേറ്റ് അംഗവിച്ഛേദം നടത്തപ്പെട്ട് അവർക്കൊരിക്കലും ഒരു യുദ്ധ സേവനത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണോ എന്നുള്ള കാര്യമൊക്കെ വേറൊരു ഭാഗമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 60,000 മുതൽ 1,00,000 വരെ ആളുകൾ മരിച്ചതായും ഒരുപക്ഷെ 4,00,000 പേർക്ക് പോരാടാൻ കഴിയാത്ത വിധം പരിക്കേറ്റതാകാം എന്നുമാണ് ആ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടും അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ 4,00,000 എന്ന് പറയുന്നത് പരിക്കേറ്റതാകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഉക്രൈൻ്റെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5,00,000-ഓളം സൈനികർക്ക് വലിയ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഈ ഉക്രൈൻ്റെ സർക്കാർ സംവിധാനങ്ങളുമായി ഡാറ്റകൾ കൈമാറുന്നതിലും അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. താൻ മനസ്സിലാക്കിയ അതേ രേഖയിൽ നിന്നാണ് പാശ്ചാത്യ റിപ്പോർട്ടർമാർക്ക് ഇതേ കണക്കുകളൊക്കെ ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കാം എന്നും ബുട്ടുസോവ് വ്യക്തമാക്കുന്നുണ്ട്. അതിനർത്ഥം പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ടെല്ലാം ശരിയാകാം എന്ന് തന്നെയാണ്. എക്കണോമിസ്റ്റ് റിപ്പോർട്ട് സെലൻസ്കിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ടെന്നും എന്നാൽ ഈ കണക്ക് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 80,000 ഉക്രൈനിയക്കാർ കൊല്ലപ്പെട്ടതായി അടുത്തിടെ അമേരിക്കൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ ഈ കണക്കുകൾ
തെറ്റാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം എന്നത് നമ്മൾ എടുത്തു പറയണം. വളരെ കുറഞ്ഞ സൈനികർ മാത്രമാണ് ഉക്രൈന് നഷ്ടമായത് എന്നാണ് സെലൻസ്കി പ്രതികരിച്ചത്. എന്നാൽ ഉക്രൈൻ്റെ ഭാഗത്തു നിന്നുള്ള സൈനികർ കൊല്ലപ്പെട്ട കണക്കുകൾ അത്യന്തം ഭീകരമാണെന്നും ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ യുദ്ധമുഖത്ത് നിന്ന് ഒളിച്ചോടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അമേരിക്ക ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. സെലൻസ്കി മാത്രം ഇത് അംഗീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതേസമയം ഉക്രൈൻ്റെയും റഷ്യയുടെയും ഭാഗത്തു നിന്നും എത്ര സൈനികർ കൊല്ലപ്പെടുന്നു എന്ന കൃത്യമായ കണക്കുകൾ നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ ഇപ്പോഴും അവ്യക്തമാണ്. അതിന് കാരണം മാധ്യമങ്ങൾക്കുള്ള ശക്തമായ സെൻസറിങ് തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസം പോലും റഷ്യൻ യുദ്ധഭൂമിയിൽ കടന്ന ജർമ്മൻ വീഡിയോഗ്രാഫറെ റഷ്യ അറസ്റ്റ് ചെയ്യുക പോലുമുണ്ടായി. അത്രയ്ക്ക് കർശനമായിട്ടാണ് ഇരു രാജ്യങ്ങളും ഇവരുടെ റിപ്പോർട്ടിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഉക്രൈനിലെ പ്രധാനപ്പെട്ട സർക്കാർ ഫണ്ടിംഗ് പത്രമായ അല്ലെങ്കിൽ ഔദ്യോഗിക പത്രം എന്നൊക്കെ പറയാകുന്ന കീവ് പോസ്റ്റിൽ പതിവ് പോലെ റഷ്യക്ക് നഷ്ടമായ സൈനികരുടെയും ഉപകരണങ്ങളുടെയും കപ്പൽ, വിമാനങ്ങൾ, മറ്റ് കവചിത വാഹനങ്ങൾ എന്നിവയൊക്കെ ഉക്രൈൻ തകർത്തതിൻ്റെ കണക്കുകൾ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. ഈ വാർത്ത നമ്മൾ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷേ എങ്കിൽ പോലും അതിൽ അപ്ഡേഷനുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ 7,40,000 റഷ്യൻ സൈനികരെ തങ്ങൾ വധിച്ചു എന്നാണ് കിയവ് പോസ്റ്റ് ഉക്രൈനു വേണ്ടി അവകാശപ്പെടുന്നത്. 10,000 റഷ്യൻ ടാങ്കുകൾ, 28 യുദ്ധക്കപ്പലുകൾ, 329 ഹെലികോപ്റ്ററുകൾ, 369 യുദ്ധവിമാനങ്ങൾ, 19,472 ആംഡ് വെഹിക്കിളുകൾ എന്നിവ തകർത്തു എന്നാണ് ഉക്രൈൻ്റെ വാദം. എന്നാൽ ഈ കണക്കുകൾ അമേരിക്ക പോലും വിശ്വസിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർ 70,000 സൈനികർ കൊല്ലപ്പെട്ടു എന്ന കണക്ക് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര ഇരട്ടി ഉണ്ടാകും അതിൻ്റെ കണക്ക് എന്ന് മാത്രം നമ്മൾ ഇത്ര മാത്രം ആലോചിക്കുക. ഉക്രൈൻ പറയുന്നു 7,5 ലക്ഷം സൈനികരെ തങ്ങൾ വധിച്ചു എന്ന്. റഷ്യ തങ്ങളുടെ മേൽ പരിക്കേൽപ്പിച്ചിട്ടുള്ളത് കേവലം 70,000 സൈനികർക്ക് മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതിൻ്റെ ലോജിക്ക് നമുക്കൊരു ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഈ റഷ്യയാണോ കരുത്തർ, ഉക്രൈനാണോ കരുത്തർ എന്ന് ലോകത്തോട് ചോദിച്ചാൽ ലോകം രണ്ടഭിപ്രായമില്ലാതെ പറയും റഷ്യയാണ്. റഷ്യ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈന് വലിയ പരിക്കുണ്ട്, ഉക്രൈന് മറ്റ് സഹായങ്ങളൊന്നും ലഭ്യമാകുന്നില്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പരിപൂർണ ആയുധ ശക്തരാണ്. അതുകൊണ്ട് തന്നെ 70,000 ആളുകൾ ഉക്രൈനിലും 7.5 ലക്ഷം ആളുകൾ റഷ്യയുടെ ഭാഗത്തും കൊല്ലപ്പെട്ടു എന്ന കണക്കിനോട് ഒട്ടും നമുക്ക് ചിന്തിക്കാൻ പോലും അതിൻ്റെ ലോജിക്ക് വിശ്വസിക്കാനോ പറയാനോ പറ്റാത്തതാണ്. അതിൽ നിന്ന് തന്നെ സെലൻസ്കിയും ഉക്രൈനും എത്രമാത്രം ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ട് എന്നതും നമുക്ക് മനസ്സിലാകും.